അങ്ങനെ എൻ്റെ ഫറൂഖിലെ സ്വന്തം വീട്ടിൽ 2 ദിവസം പാർക്കാൻ പോയതിനു ശേഷം ഞാനിതാ തിരിച്ചും വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇരിങ്ങാലക്കുടയ്ക്ക് ടിക്കറ്റ് എടുത്തു. 8:55 വരാമെന്ന് പറഞ്ഞ ട്രെയിൻ 9:06 കാണുന്നില്ല. അങ്ങനെ 9:10 വന്നു. ഞാൻ ഓടി കയറി ഒരു സീറ്റ് ഒപ്പിച്ചു. സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യഗ്രത കാട്ടി. എന്നാലും ഒരാളുള്ളതുകൊണ്ട് ആദ്യം കിട്ടിയില്ല. പിന്നെ അയാൾ എണീറ്റപ്പോൾ വേഗം പോയിരുന്നു. അങ്ങനെ ട്രെയിൻ കുതിച്ചു മുന്നോട്ട് നീങ്ങി. തിരുനാവായ എത്തിയപ്പോൾ അവിടെ ഒരു താമരപ്പാടം കണ്ടു. പൂവൊന്നും വിരിഞ്ഞിട്ടില്ല. കുറേ ആയെന്ന് തോന്നുന്നു. അതോ വിരിഞ്ഞ് കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞതാണോ എന്നും അറിയില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട് ഓരോന്ന് കാണുന്നുണ്ട്. ആദ്യമൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പം അവിടെ ഒന്നും കാണുന്നില്ല, പൂക്കളൊന്നും കാണുന്നില്ല. ഈ ആമ്പൽപ്പാടം കാണുമ്പോൾ ഞാൻ എപ്പോഴും പാടുന്ന പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തെന്നി തെന്നി പമ്പ ചിരിച്ചു, ജനം പിന്നെ മുത്തു തെറിച്ചു, തുഴയിൽ ചിതറി വെള്ള താമര. പിന്നെ ആമ്പൽപ്പാടം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ കാണുന്നത് നെൽപ്പാടമാണ്. കാണാനേ ഇല്ലല്ലേ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് പാലക്കാട്, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരു സമൂസയും കാപ്പിയും വാങ്ങി കുടിച്ചു. ചൂട് കാപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറോളം ഷൊർണൂർ പിടിച്ചിട്ടു. ബോറടിച്ചിട്ട്. ഇത് ഭാരതപ്പുഴ. ഷൊർണൂർ എത്തിയപ്പോഴേക്കും സീറ്റെല്ലാം ഒരുവിധം ഒഴിഞ്ഞിരുന്നു. അങ്ങനെ അവസാനം ഇരിങ്ങാലക്കുട എത്തി.